വിപത്തിലും സുരക്ഷിതത്വം. 68-ാം സങ്കീർത്തനം 1 മുതൽ 35 വരെ. ധ്യാനത്തിനായിട്ട് 19-ാം വാക്യം. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൊവിഡൻഷ്യൽ കെയർ. എന്താണ് ഈ വാക്കുകളുടെ അർത്ഥം? ഈശ്വരാകൃതമായ സംരക്ഷണം എന്ന് തർജ്ജമ ചെയ്യാം. നാം അറിയാതെ തന്നെ എത്രയെത്ര വിപത്തുകളിൽ നിന്ന് നിമിഷം തോറും സംരക്ഷിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ മുൻകരുതൽ കൊണ്ടാണ് നാം സംരക്ഷിക്കപ്പെടുന്നതെന്ന് സമ്മതിക്കുവാൻ പലപ്പോഴും പലരും തയ്യാറല്ലായിരിക്കാം. പക്ഷേ ദൈവനിഷേധികളെ കൂടി അവിടുന്ന് സംരക്ഷിക്കുന്നു എന്നതാണ് വാസ്തവം. ദൈവവിശ്വാസികളെന്ന് പറയുന്നവർ പോലും ഈശ്വരാകൃതമായ സംരക്ഷണത്തെക്കുറിച്ച് പലപ്പോഴും ബോധവാന്മാരല്ല. ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. ബൈബിളിലെ ഭക്തകവികളിൽ അഗ്രഗാമിയായ ദാവീദ് രാജാവിൻ്റെ കൃതികളിൽ ആദ്യന്തം ഈശ്വരാകൃതമായ സംരക്ഷണത്തെക്കുറിച്ചുള്ള ദൃഢബോധ്യവും ദൈവത്തെ കലവറ കൂടാതെ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഭക്തൻ്റെ ഹൃദയവും നമുക്ക് കാണുവാൻ കഴിയും. സർവേശ്വരനായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു, എൻ്റെ ഹൃദയം അങ്ങയിൽ ആശ്രയിച്ച് എനിക്ക് സഹായം ലഭിച്ചു എന്ന് പാടിയ ദാവീദിൻ്റെ ഗാനത്തിൽ ഈശ്വരകൃതമായ സംരക്ഷണത്തെക്കുറിച്ചുള്ള ദൃഢബോധ്യമാണ് സ്ഫുരിക്കുന്നത്. ഉദാഹരണത്തിന് 18-ാം സങ്കീർത്തനം. ഒരു ക്രൈസ്തവ ഭക്തകവിയും ഗായകനുമായ ഐറ ഡി ഡാങ്കയുടെ ജീവിതത്തിൽ ഈശ്വരകൃതമായ സംരക്ഷണത്തിൻ്റെ ദൃഷ്ടാന്തമായി ചൂണ്ടിക്കാണിക്കാവുന്ന അത്ഭുതകരമായ ഒരു സംഭവം ഒരിക്കലുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പാണത് നടന്നത്. ഡാങ്കെ ഒരു കപ്പലിൽ സഞ്ചരിക്കുകയായിരുന്നു. സഹയാത്രികരിൽ ചിലർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. പത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം പ്രസിദ്ധീകരിക്കുക പതിവായിരുന്നുകൊണ്ടാണ് അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം നിർമ്മിച്ച ഒരു ഗാനം പാടണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. എന്നാൽ മറ്റൊരു ഭക്തകവിയായ വില്യം ബ്രാഡ്ബറി എഴുതിയ പാട്ടാണ് അദ്ദേഹം പാടിയത്. ഒരു ഇടയനെ പോലെ അവിടുന്ന് അടിയനെ വഴി നിർത്തണമേ എന്ന് തുടങ്ങുന്ന ആ ഗാനം എല്ലാവരും ഏറ്റുപാടുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അവർ ആ പാട്ട് ഏറ്റുപാടി. ആ ഗാനത്തിൻ്റെ തുടർന്നുള്ള വരികൾ ഇപ്രകാരമായിരുന്നു: ഞങ്ങൾ അങ്ങേക്കുള്ളവരാകുന്നു, ഒരു സുഹൃത്തിനെ പോലെ ഞങ്ങളെ സഹായിച്ചാലും വഴിയിൽ ഞങ്ങൾക്ക് അവിടുന്ന് കാവലായിരിക്കണമേ. ഈ ഗാനം പാടിക്കഴിഞ്ഞപ്പോൾ പുറകിലിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് മുന്നോട്ട് വന്നു. മിസ്റ്റർ ഡാങ്കെ, നിങ്ങൾ പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ടോ? ആ അപരിചിതൻ ചോദിച്ചു. ഉവ്, 1860 ഞാൻ പട്ടാളത്തിൽ ചേർന്നതാണ്, ഡാങ്കെ പറഞ്ഞു. 1862 മേരിലാൻഡിൽ താങ്കൾ കാവൽ ഡ്യൂട്ടിയിൽ നിന്നതായി ഓർക്കുന്നുണ്ടോ? അയാൾ തുടർന്നു. നല്ല നിലാവുള്ള ഒരു രാത്രിയിൽ നീല യൂണിഫോം ധരിച്ചുകൊണ്ട് താങ്കൾ കാവൽ നിൽക്കുകയായിരുന്നു. താങ്കളെ എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. ഞാൻ തോക്കെടുത്ത് ഉന്നം നോക്കി. കാഞ്ചിയിൽ എൻ്റെ വിരലമരുവാനും താങ്കളുടെ ജീവന് അന്ത്യം കുറിക്കുവാനും ഒരേ ഒരു നിമിഷം മാത്രമുള്ളപ്പോഴാണ് താങ്കൾ ഈ പാട്ട് പാടുന്നത് ഞാൻ കേട്ടത്. എൻ്റെ അമ്മ പാടാറുള്ള പാട്ടായിരുന്നു അത്. തീർച്ചയായും താങ്കൾ ഒരു ക്രിസ്ത്യാനിയായിരിക്കണം. അതുകൊണ്ട് എനിക്ക് താങ്കളെ വെടിവെക്കുവാൻ കഴിഞ്ഞില്ല. അയാൾ ഈ സംഭവം അനുസ്മരിച്ചപ്പോൾ ഡാങ്കെ അത്ഭുത സ്തബ്ധനായി. ഒരു കാലത്ത് തൻ്റെ ശത്രുവായിരുന്ന ആ മനുഷ്യനെ അദ്ദേഹം ആലിംഗനം ചെയ്തു. മനുഷ്യ ജീവിതത്തിൽ വിപത്തുകൾ ഇല്ലാതിരിക്കുക എന്നതല്ല സുരക്ഷിതത്വം. പ്രത്യുത ഏതവസ്ഥയിലും ഈശ്വര സാന്നിധ്യം ഉണ്ടായിരിക്കുക എന്നതാണ് പ്രധാനം. ഏത് വിപൽ സാഹചര്യത്തിലും ഈശ്വരകൃതമായ സംരക്ഷണത്തിൻ്റെ കരങ്ങൾ നമ്മുടെ തോളിൽ വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലാണ് നാം സുരക്ഷിതത്വം കണ്ടെത്തുന്നത്. തൻ്റെ ഭക്തജനങ്ങൾക്ക് ശത്രുക്കളുടെ മുമ്പിൽ വിരുന്നൊരുക്കുന്നവനാണ് ദൈവം. ഓർക്കണമേ, താങ്ങില്ലാത്തവർക്ക് താങ്ങാണ് ഈശ്വരൻ. 27-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവ
എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം. ഞാൻ ആരെ പേടിക്കും? ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.